ഏകദേശം ഒരു 100 കൊല്ലം മുൻപ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ എഞ്ചിനീയർ ആയിട്ടായിരുന്നു അയാളുടെ വരവ്. കൊച്ചിയെ വലിയ തുറമുഖമാക്കി മാറ്റാനുള്ള ഒരു പ്ലാൻ അയാൾ അന്നത്തെ ഗവർണറായ വില്ലിംഗ്ടണിന് മുന്നിൽ വെച്ചു. അന്ന് തുറമുഖമുണ്ടാക്കാൻ ഏറ്റവും തടസ്സമായി നിന്നത് അവിടുത്തെ മൺകൂനകളായിരുന്നു. മണ്ണുമാന്തി കപ്പൽ ഉപയോഗിച്ച് ആ മണ്ണെല്ലാം നീക്കം ചെയ്തു. അങ്ങനെ തുറമുഖത്തിനായി എടുത്ത മണ്ണ് വെച്ച് മനുഷ്യൻ കായലിൽ നിർമ്മിച്ച ആ കരയാണ് വില്ലിംഗ്ടൺ ഐലൻഡ്. ആ സായിപ്പിന്റെ പേര് റോബർട്ട് ബ്രിസ്റ്റോ. ആ ദ്വീപിനെ മട്ടാഞ്ചേരിയുമായി ബന്ധിപ്പിക്കുന്നതിനായി കായലിന് കുറുകെ ഒരു പാലവും നിർമ്മിച്ചു. ഉരുക്കും തടിയും കൊണ്ട് നിർമ്മിച്ച ആ പാലത്തിന്റെ മധ്യഭാഗം കപ്പിയും വടവും ഉപയോഗിച്ച് ഉയർത്താമായിരുന്നു. ഈ രീതിയിൽ ഒരു പുതിയ പാലം കണ്ടപ്പോൾ പാലത്തിന്റെ ബലം പോരെന്നും അപകടകരമാണെന്നും അന്ന് ജനങ്ങൾ ചിന്തിച്ചു. ബ്രിസ്റ്റോ ആകെ വിഷമത്തിലായി. അവസാനം ആനകളെ കൂട്ടത്തോടെ നടത്തിയാണ് പാലത്തിന് ബലമുണ്ടെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തിയത്.